സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെയും സഹോദരി സഹോദരന്മാരെ സഹോദരൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ് എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിലൊട്ടാകെ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ഈ സദസ്സിലെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് PH ശൈലയെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്ന സതീഷ് വളരെ മോശമായ രീതികളാണ് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേൾക്കേണ്ടിയിരിക്കുന്നത്. ഈ വിഷയങ്ങളിലതിനു ശേഷം മഹിളാ അസോസിയേഷന്റെയും ജനങ്ങളുടെ നാളുകളിലൂടെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രമുഖ പ്രതിപക്ഷ നേതാവായ ശ്രീ സതീശന്റെ ഓഫീസിലേക്ക് മറ്റ് തികച്ചും സമാധാനപരമായ ഒരു വാർത്തയാണ്. മറ്റ് വിധേയരുടെ പ്രവർത്തകരും അവകാശികളാണ്. അവരുടെ ഓഫീസ് കടന്നു നാം ആഗ്രഹിക്കുന്നു. അവിടെ വെച്ച് മുദ്രാവാക്യം വെച്ചുകൊണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഓഫീസ് അകത്തുണ്ടാകുന്ന ഇവിടെ ചാനലുകൾ പ്രവർത്തനം നമുക്കെതിരെ വലിയ തോതിൽ ബഹളം വെക്കുകയും കല്ലും വെക്കുന്നത് വലിയ പ്രകോപനമുണ്ടാകാൻ ശ്രമിച്ചു. ബാക്കിയുള്ള നേതാക്കന്മാരും പോലീസും നന്നായി ഇടപെട്ടു. നമ്മുടെ പ്രവർത്തകരെ വലിയ പ്രശ്നമോ ഉണ്ടാകാതെ ചികിത്സയിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അത് പിറ്റേ ദിവസം നമ്മൾ ഏതാണ്ട് ഓഫീസ് തകർത്തോ സതീശന്റെ ഓഫീസുകാർക്ക് ഒരു പ്രശ്നമുണ്ടായിട്ട് ഇവിടെ തികച്ചും നമ്മൾ ആവശ്യപ്പെടുന്ന ഒരാവശ്യം നമുക്കറിയാം. രാജ്യം നാഗരികമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് പങ്കുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മളോടൊപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി ഭാഗമായി ബന്ധപ്പെട്ടു. ആഗ്രികൾച്ചറിൽ മാതാപിതാക്കൾക്ക് ഉള്ള രാഷ്ട്രീയം മക്കൾക്ക് ഉണ്ടാകണമെന്നില്ല. അവർ വളരെ ചെറുപ്പം മുതൽ എന്ന് മാത്രമല്ല സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇവിടെ വ്യക്തിപര ആവശ്യങ്ങൾക്കും സദസ്സിൽ നിന്നുമ്പോൾ സതീശന്റെ വീട്ടിലെത്തുന്ന കാര്യങ്ങളുടെ അങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഫേസ്ബുക്കിലുള്ള
ഇതിനിടയ്ക്കാണ് രാജ്യമാകുന്നതുമായി ബന്ധപ്പെട്ടവരോട് മോശമായ അനുഭവം ഉണ്ടായി എന്ന് പരാതിയുണ്ട്. ഇതിന് തുല്യമാണ് എന്നാണ് സതീശ്വരത്തെ ഈ കുറ്റപ്പെടുന്നത്. സ്വാഭാവികമായും എന്നോടൊപ്പപ്പെടുത്തുന്ന അങ്ങനെ സംരക്ഷിക്കുന്നതിനോട് കാണുന്ന വിളിക്കുന്ന സർവീസുണ്ട്. ന്യായമായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് പരാതി വരുമ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കുന്നത് ഇന്നില്ല എന്ന് മാത്രമല്ല ആ പരാതി നോക്കിയിട്ടുള്ളതാണ്. വീണ്ടും തുടർച്ചയായി ജനങ്ങൾക്ക് അടുത്തുള്ള ഉള്ളതിനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടതാണ് ഒരു മാസം മുമ്പ് ഒരു ചാനൽ പ്രവർത്തക വളരെ മോശമായ കൊണ്ട് ഈ കാര്യത്തിൽ ഒരുപാട് വീണ്ടും ഈ ആക്ഷേപവുമായി സോഷ്യൽ മീഡിയയിൽ വളരെ മോശമാണ്. ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഒരു MLA ആയി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ഏതെങ്കിലും മാതൃകയോടുകൂടി മാതൃകാപരമായി പ്രവർത്തിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി വളരെ മോശമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഈ അവസരത്തിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ ചോദ്യം ആരെങ്കിലും ഒരു പരാതി സമർപ്പിച്ചോ എന്നല്ല. പരാതി സമർപ്പിക്കുക എന്നുള്ളതല്ലോ. ഇവിടെ ഒരുപാട് ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് പലരും ഉണ്ടാകും. ന്യായമാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ശരിയായ ഗുണപാഠ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംരക്ഷിക്കുന്നത്? രാജ്യത്തെ സംരക്ഷിക്കുന്നത് സർവീസിനും ശാസ്ത്രമാണ് എന്നോടും ഈ സോഷ്യൽ മീഡിയയും സാഹചര്യങ്ങളും എല്ലാം എന്തുകൊണ്ടാണ് ഇത്രയേറെ മോശമല്ല? വരുന്ന മാറ്റം വളരെ മോശമാണ്. വളരെ നൽകിയ വലിയ മാറ്റം നമ്മൾ വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലുള്ള പരിപാടികളാണ്. വളരെ മോശമായ അനുഭവങ്ങൾ അതിനോട് പിന്തുണയ്ക്കുകയല്ലേ. ഇങ്ങനെ ഒരുപാട് ആക്ഷേപം നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതേപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഞാനിത് ചെയ്തില്ല എന്ന് ഈ രാജ്യത്തും അതേപോലെ സുഹൃത്തുക്കൾ പറയുമ്പോൾ തനിക്കിടയിലെ ഒരു സ്ത്രീ വളരെ മോശമായ രീതിയിലുള്ള ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ ഇതേപോലുള്ള മോശമായ വാക്കുമ്പോൾ ഞാൻ കേസുകൊണ്ടാണ് പറയുന്നത്. ഈ ഏതെങ്കിലും സ്ത്രീകളെ പറ്റി ഇവർക്ക് ഇതിൽ താൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നത്. ഒരാളെ കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുത്ത് തെളിയിക്കാമോ? ഇയാൾക്ക് ഏത് നിലയോട് വർത്തമാനം പറയാം. കേസ് കൊടുക്കാം. ഞാൻ ഇതൊന്നും ഇതേപോലെ കുട്ടികൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും മോശമായി ചിത്രീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് കേസ്. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നതാണ് നല്ലതല്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ DYFI മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ അതുകൊണ്ട് നമ്മുടെ വ്യവസ്ഥകളായി നമ്മൾ സമൂഹത്തിലും പ്രതിഷേധിക്കുകയാണ്. ഇവിടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അംഗങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ഉമ്മ തോമസ് ആദ്യം കോൺഗ്രസിന്റെ MLA-യാണ് ഡൊണാൾഡ് ഇയാളെന്നുള്ള സ്ഥാനത്ത് വെക്കണം. ഷാജിനെ ഉത്സാഹപ്പെടുത്തല്ലോ MLA സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇവിടെ ഷാജിനെ ഉത്സാഹപ്പെടുന്നത് ബിന്ദു പുസ്തകമുണ്ടല്ലോ. ഇയാൾ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. രാഷ്ട്രീയങ്ങളുടെ ബിന്ദു പുസ്തകമുണ്ടല്ലോ. ഇവിടെ നമ്മളുടെ വേണുഗോപാലിന്റെ ഭാരത AICC ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ ഭാരത സജീവ രാഷ്ട്രീയത്തിലൊന്നുമില്ല. അവിടെ പറഞ്ഞത് ഞാൻ രാജ്യത്തിന് മോശമാണ്. ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് ഞാൻ കാണുന്നത് തന്നെ ഭയമാണ് എന്നുണ്ടെങ്കിൽ അതിന് തുടർന്ന് വന്നിട്ടുണ്ടാണ് ഈ രാജ്യത്തെ എല്ലാം അതിന് കൂടെ നിൽക്കുന്നവരുടെ വളരെ മോശമായ തൊഴിൽ സംഘങ്ങളാണ്. അല്ലാതെ തൊഴിലെടുക്കുന്നവർക്ക് ഇത്ര മോശമായി പോസ്റ്റുകളിടാൻ കഴിയില്ല. വളരെ മോശമായി ഉമാപ്രവാസിന്റെ ഒരു സംഘം ഇയാളുടെ സംഘങ്ങൾ കൊടുത്ത വാർത്തകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നതൊക്കെയാണ്. ഉമാപ്രവാസ് അത് സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ചത്തുപോയില്ലോ. ഇതാണ് നമ്മൾ കണ്ടല്ലോ. ഇതൊന്ന് ചത്തുപോയി
അവസാനിച്ചിരിക്കുകയാണ് എന്നതാണ് പോസ്റ്റിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ആശ നമുക്കറിയാം ആശ പോസ്റ്റ് പിൻവലിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീകളൊന്നും വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞവരെല്ലാം വഴി കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഭയപ്പെടുത്തി ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീകൾ അവരുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞപ്പോൾ അവരെന്താ പറയുന്നത്? ഇത് മാതൃകാപരമായ തീരുമാനം കോൺഗ്രസ് എടുക്കണമെന്നാണ് വനിതാ നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. ഇതേപോലുള്ള വളരെ മോശമായിട്ടുള്ള നേതൃത്വത്തിലിരിക്കാൻ പാടില്ല, ജനപ്രതിനിധിയായിരിക്കാൻ പാടില്ല. ഇത് സ്ത്രീ സമൂഹത്തിന് ആകെ ഒരു ആക്ഷേപകരമായ കാര്യമായതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതേപോലുള്ള വലിയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് ഇതേപോലുള്ള പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ മോശമായ സംഭവമാണ്. ഇല്ലെങ്കിൽ നാളെ ഇയാളെയും ചേർത്ത് ഇവിടെ ആരെങ്കിലും എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ വനിതാ നേതൃത്വം നിയമത്തിനെതിരെ എല്ലാവരെയും പ്രവർത്തനിപ്പിച്ചു. ഈ വനിതാ നേതാക്കന്മാരെ എല്ലാം പ്രവർത്തനിപ്പിച്ചു. ഒരു ദിവസം ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അടക്കം പറഞ്ഞല്ലോ രാജിവെപ്പില്ല എന്ന് പറഞ്ഞാണല്ലോ. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ചിത്രമായി രാജിവെക്കേണ്ടതില്ല. ഒരു പറയുന്നില്ല, സസ്പെൻഷൻ കൊടുത്തു മാറ്റി നിർത്തിയിരിക്കുകയാണ്. സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന്റെ തുടരുകയാണ്. ഒരു ജനപ്രതിനിധിയായി തുടരുകയാണല്ലോ. പുനരുദ്ധാരണം ഇത്രയും മോശമായ രീതിയിൽ ഈ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ, ഒന്നോ രണ്ടോ സ്ത്രീകളല്ല, ഒരുപാട് സ്ത്രീകൾ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വനിതയടക്കം വളരെ മോശമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഞാനതങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലല്ലേ. ആ സാമൂഹിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ലേഡി പറഞ്ഞിട്ടുള്ള വാർത്ത വളരെ മോശമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങളായിട്ടുള്ള വാർത്തകളാണ് എല്ലാം പുറത്തു വന്നിട്ടുള്ളത്. ഒരു കോൺഗ്രസിന്റെ വലിയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്നയാൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ ഇതാണോ ചെയ്യുന്നത്? ഇതാണോ ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ വരാനുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തത് ഇവിടെ പല മഹിളാ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ MLA, നമ്മുടെ പറവൂർ മണ്ഡലം MLA ഇതേപോലെ ഒരു ക്രിമിനൽ ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന സംരക്ഷണം വളരെ മോശമാണ്. അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കോൺഗ്രസിന് ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് ഞാൻ ആ സ്ഥാനത്ത് രാജിവെക്കണം. ഇതുമായി മാതൃകാപരമായ രീതിയിൽ കോൺഗ്രസിന് പെരുമാറാൻ കഴിയുമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഇന്ത്യയുടെ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൃത്യമായും ഇതുമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് ലോക്കൽ അടിസ്ഥാനത്തിലുള്ള ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിക്കുന്ന അതിന്റെ മുന്നോടിയായിട്ടാണ് പറവൂർ ഏരിയ ഇവിടെ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാമകൃഷ്ണൻ സംഘടനയുടെ പോകുന്നില്ല. ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ന് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ ആത്മാഭിമാന സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ഉല്ലാസ കൃത്യമായിട്ടുള്ള സഖാവിന്റെ സതീഷിനെയാണ്. സഖാവിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ആശംസ അധ്യക്ഷത വഹിക്കുന്നത് മഹിളാ അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അഭിപ്രായം ചെയ്യുന്നതിന്റെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പരിപാടി ഇവിടെ വിഷയം ആരംഭിച്ചത് മുതൽ നിരവധി പരിപാടികളായി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവിനെ ഈ പരിപാടിയിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിൽ മഹിളാ അസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റ് സഖാവ് ലക്ഷ്മി പങ്കെടുക്കുന്നുണ്ട്. ലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ജോസഫിനുണ്ട്, സഖാവ് വിദ്യാനുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതാവ് SFIയുടെ നേതാവ് സഖാവ് മഹിളാ അസോസിയേഷന്റെ DC അംഗവും കൗൺസിലറുമായിട്ടുള്ള സഖാവ് യോഗി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് സംഘടനയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിലൂടെ നമുക്കറിയാം
ഈ പരിപാടി ഒരു 4-5 ദിവസമായി അത് നിരന്തരമായ പരിപാടിയാണ്. ആ പരിപാടിയിലെല്ലാം വളരെ ആവേശപൂർവ്വം ഉല്ലാസവിശേഷപ്പെട്ടത് മറ്റൊരു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചെയ്തിട്ടുകൾ പാർട്ടി നേതൃത്വം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സതീഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ വേദിയിലുള്ള പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവരുടെ നേതാക്കന്മാരെ സഹോദര സുഹൃത്തുക്കൾ, ഇത്തരത്തിലുള്ള ആത്മാഭിമാന സദസ്സ് ജനാധിപത്യ അസോസിയേഷന് നേതൃത്വത്തിൽ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയവും ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേരുകയും അതിശക്തമായ പ്രതിഷേധം കേന്ദ്രീയ അന്തരീക്ഷത്തിൽ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. അത്രമാത്രം അപമാനകരമായ കാര്യങ്ങൾ സംഭവങ്ങളാണ് കേരളത്തിന്റെ മുമ്പാകെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. നാളിതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സാഹചര്യമില്ല എന്നുള്ളതാണ്. സ്ത്രീകളോട് മോശമായി പെരുമാറിയതും സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഇന്നുണ്ട്. എന്നാൽ അതിനോടൊന്നും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന നിയമസാമാജികൻ ഒരു യുവജന സംഘടനയുടെ നേതാവിനെയും സംബന്ധിച്ച് കേരളീയ അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് അവർക്കും അറിയാം. സത്യത്തിൽ വലിയ ഞെട്ടലാണ് കേരളീയ സമൂഹത്തിന്റെ ഭാഗം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരിക്കുന്നത് ഇങ്ങനെ ഒരു നേതാവായി നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കടുത്ത ആശങ്കയാണ് കേരളത്തിൽ എല്ലാവർക്കും നേരിടുന്നതാണ്. അതിനെ സാമാന്യവൽക്കരിക്കാനും ലഘൂകരിക്കാനും എല്ലാം ഉള്ള വലിയ ശ്രമം ബഹുമാനായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ട്. അവർ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിന്റെ അപകടകരമായ സ്ഥിതിയെ സംബന്ധിച്ച് ഞങ്ങൾ ബോധ്യം ഇതിനകം തന്നെ വളരെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. പെൺകുട്ടികളോട് പ്രണയം നടിക്കുകയും പ്രണയം നടിച്ച് ചതിക്കുകയെല്ലാം ചെയ്തതിന്റെ വിവരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു മാരത്തോൺ പോലെ പെൺകുട്ടികളോട് പ്രണയം നടിക്കുക, അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുക, അതിങ്ങനെ നിരവധി ആളുകളെ ചെയ്യുകയും നിരവധി ആളുകളെ ചെയ്തു എന്ന് മാത്രമല്ല അവരെയെല്ലാം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപ രീതിയിലേക്ക് ഒരാൾക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ഒന്നാം തരം ക്രിമിനലായിരിക്കും. അയാൾ ഒന്നാം തരം ക്രിമിനലായിരിക്കണം എന്നുള്ളത്. അപ്പൊ അടിസ്ഥാനപരമായി ഒന്നാം തരം ക്രിമിനലായ ഒരാളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷതയിലേക്ക് എത്തിയതും നിയമസാമാജികനായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതും ഈ രൂപത്തിലേക്ക് വളർത്തിയതും എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിക്കുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒന്നാം തരം ക്രിമിനലിനെ ഈ രൂപത്തിൽ വളർത്തി താഴോലിച്ച് വലുതാക്കിയതിന്റെ പിന്നിൽ ഒരു സംശയം വേണ്ട, പറവൂരിന്റെ എംഎൽഎ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും ഒരു സംശയം. വി.ഡി. സതീശന്റെ തലോടലേറ്റുകൊണ്ടാണ് ഇത് വളർന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായി, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിക്കുണ്ടായതുപോലെ ഒരു അനുഭവമല്ല ഞാൻ എന്റെ താഴെയുള്ള ചെറുപ്പക്കാരോട് സ്വീകരിക്കുന്നു. വി.ഡി. സതീശൻ പറയുക, എന്നെ പല രൂപത്തിൽ പറയാനും പകർത്താനും
എന്റെ മുൻകാല നേതാക്കന്മാർ പരിശ്രമിക്കുന്നത്. ഞാൻ പക്ഷേ ചെറുപ്പക്കാർക്ക് നല്ല പിന്തുണ കൊടുക്കുക എന്ന സമീപനമാണ് ഞാൻ സ്വീകരിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ഓ എത്ര മഹാനുഭവങ്ങളായ മനുഷ്യൻ, എത്ര വിശാലനായ മനുഷ്യൻ, ചെറുപ്പക്കാരെ എല്ലാം കൈപിടിച്ച് കൊടുക്കുക, എത്ര നല്ല മനസ്സിന്റെ ഉടമ, ഇങ്ങനെയെല്ലാം ആ സ്റ്റേറ്റ്മെന്റിൽ തോന്നുക. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഏത് തരം ചെറുപ്പക്കാരെയാണ് കൈപിടിച്ച് ഉയർത്തിയത് എന്നുള്ളതാണ് കേരളം കാണുന്നത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ നാട്ടുകാരിയും കൂടിയായ റിനിയ ജോർജ് എന്ന പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി കേൾക്കേണ്ടത്. അന്നേരം ഇതിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കും. റിനി പറഞ്ഞു, റിനി ആരാണെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞു, KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഈ പറവൂരിലെ തന്നെ കോൺഗ്രസിന്റെ സാംസ്കാരിക വേദിയുടെ കലാകാരിയായി നാടകങ്ങളിലും കലാപരിപാടികളിലെല്ലാം ഈ പറവൂരിൽ രംഗത്തുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ ചെറുപ്പത്തിലെ മുതൽ ആ രംഗത്താണ് വന്നിട്ടുള്ളത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടു VD സതീശനോട് വലിയ ബന്ധവും. കുഞ്ഞിക്കാലത്ത് സ്കൂളിൽ വെച്ച് മോഹൻലോ വാങ്ങിയപ്പോൾ സതീശനെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ മുതൽ ഉള്ള ബന്ധമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനും പരസ്പരം അങ്ങോട്ടെല്ലാം ഉണ്ട് നല്ല ബന്ധമാണ് ആ കുട്ടിയും VD സതീശനായിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞത്, എനിക്ക് പിതൃതുല്യനാണ് VD സതീശൻ എന്നാണ്. ആ പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ ആ കുട്ടി കണക്കാക്കുന്ന പറവൂരിന്റെ MLA, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് 2-2.5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് വലിയ കൂടില്ലാതെ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഇത് എനിക്ക് മാത്രമല്ല കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇയാളൊരു സൈക്കോയാണോ എന്ന സംശയം ഈ കുട്ടിയും മറ്റുള്ള കുട്ടികളും പറഞ്ഞത്. ഞങ്ങൾ പരിചയപ്പെട്ട ആദ്യ ദിവസം തന്നെ ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം മോശപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുന്ന നില സ്വീകരിക്കുന്നു എന്നാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാൻ പറ്റും. സാധാരണ രീതിയിൽ സ്വബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു. സൗഹാർദ്ദമായി ചിലപ്പോൾ സൗഹാർദ്ദം വളർന്ന് ചില താല്പര്യങ്ങളിലേക്ക് വളരുമ്പോൾ ചില ആളുകൾ ചോദിച്ചു ഉള്ള സംഭവമൊക്കെ നമുക്കുണ്ട്. ആദ്യമായി പരിചയപ്പെടുമ്പോൾ തന്നെ സെക്ഷലി താല്പര്യത്തോടു കൂടി ഒരു സ്ത്രീയോട് ചോദിക്കുക, അവളെ നിരന്തരം കമന്റ് ചെയ്യുക, അതിന്റെ നിരന്തരം പുറകെ നടന്ന് ശല്യം ചെയ്യുക. ശല്യം ചെയ്തപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മേലാൽ എന്നോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, ഞാൻ അത്തരക്കാരിയല്ല. നിങ്ങൾ ഈ അനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഒരു സംശയവും വേണ്ട, ഞാൻ നിങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാരോട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് പരാതി പറയും. VD സതീശൻ എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരനായ കോൺഗ്രസിന്റെ നേതാവാണ്, എനിക്ക് പിതൃതുല്യനായ ആളാണ്, ഞാൻ അദ്ദേഹത്തോട് പറയും നിന്റെ കാര്യം എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായ കുട്ടി പറഞ്ഞത്, നീ പോയി പരാതി ചെയ്യാനാണ്. അത്ര ധൈര്യം നീ പോയി പറഞ്ഞു, ആരോട് വേണമെങ്കിലും പരാതി പറഞ്ഞു നോക്കുന്നു. അങ്ങനെയുള്ള കുട്ടി പിതൃതുല്യനായി കാണുന്ന VD സതീശനോട് 2.5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഈ മനുഷ്യൻ എന്നോട് മോശമായി സംസാരിക്കുന്നു, എനിക്ക് തെറ്റായി മെസ്സേജ് അയക്കുന്നു, എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു. എന്നെ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള KSUവിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള പെൺകുട്ടികളോടും മറ്റുള്ളവരോടും ഇയാൾ മോശമായി പെരുമാറുന്നു. ഇയാൾ ഒരു ഉത്തമനായ രാഷ്ട്രീയ നേതാവല്ല. കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്കോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അംഗീകരിക്കാനും വളർത്തിയെടുക്കാനും കഴിയുന്ന ഉത്തമനായ ഒരാളല്ല എന്ന കാര്യം ഈ പിതൃതുല്യനായി സ്നേഹിക്കുന്ന ആളോട് പറയുക. അതിനുശേഷം ഇപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ 2-2.5 വർഷക്കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞെങ്കിലും ഒരു ചെറുവിരൽ കൊണ്ട് പോലും ഒരു പരിഗണന നൽകാൻ ഒരു സമയം എടുക്കില്ല, ഒരു തെല്ല് പരിഗണന എടുക്കാൻ. എന്നിട്ട് ആ കുട്ടി തന്നെ പറഞ്ഞത്, ബന്ധങ്ങളെല്ലാം ഉടഞ്ഞു വീണു എന്നാണ്. ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിതൃതുല്യൻ നിന്ന് കണ്ട ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഈ പറവൂരിന്റെ MLA ആയ VD സതീശനെ സംബന്ധിച്ച് പറവൂർ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടന്ന, വോട്ട് ചെയ്ത കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിച്ച റിനിയ ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞത്, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ബിംബങ്ങളെല്ലാം ഉടഞ്ഞു വീണു എന്നാണ്. അങ്ങനെ കുട്ടി പറയാൻ കാരണം, ഞാൻ ഈ പരാതി പറഞ്ഞതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരന് സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടിരുന്നത്. ഇവൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി MLA ആയി കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനേക്കാളും വെല്ലുന്ന വിധത്തിലേക്കുള്ള പരിഗണനയും ആരെയും വെല്ലാനും മടിക്കില്ലാത്ത രൂപത്തിലേക്ക് ഇവരെ വളർത്തിയെടുക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതെന്താണ് കാണിക്കുന്നത്?
ഞാൻ ആദ്യം സൂചിപ്പിച്ച എല്ലാ വൈകൃതങ്ങളുമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള സംഘത്തെ കേരളത്തിനകത്ത് വളർത്തിയെടുത്ത് നേതാവാക്കിയ ആളുടെ പേര് ആരാണ് എന്ന് ചോദിച്ചാൽ ആ പേരന്വേഷിച്ച് കേരളത്തിലെ യാഗമാണ് നടക്കേണ്ടതില്ല. ഈ പലവൂർ കാണാം ആ പേര്. ആ പേരിന്റെ ഹൃദയം ഇന്ത്യൻ സർവീസിനാണ് എഴുതുള്ളതാണ്. അദ്ദേഹം ചെയ്ത നെറുകേടാണ് കേരള രാഷ്ട്രീയത്തിനും പൊതുസമൂഹത്തിനും അപമാനകരമാകുന്ന ഈ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും സതീശ നമുക്ക് മാറാൻ കഴിയില്ല. അതാണ് പ്രധാനം. ഈ പെൺകുട്ടികളെ ഇങ്ങനെ പുറത്തു നിറഞ്ഞ ആക്രമിക്കുകയും ഇതുപോലുള്ള സാഹചര്യം സൃഷ്ടിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പൊതുമണ്ഡലത്തെ മലീമസമാക്കുന്ന സംസ്കാരം, ഒരു രാഷ്ട്രീയത്തിന്റെ ജീർണിച്ച സംസ്കാരത്തെ അടുത്തുയർത്തിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വി.ഡി. സതീശന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പറവൂരിലെ സ്ത്രീകൾ തന്നെ, ഈ പറവൂരിലെ വനിതകളുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മണ്ണിൽ ആത്മാഭിമാന സദസ്സ് നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയമാണ്. ഏതെങ്കിലും പറഞ്ഞങ്ങ് ഒഴുകുന്നതിന് പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെ എടുത്തു നോക്കിയാൽ മറ്റൊരു MLA ആയിരിക്കുന്നയാളുണ്ട്, പെരുമ്പാവൂരിന്റെ MLA ആയിട്ടിരിക്കുന്നതാണ്, കോൺഗ്രസ്സുകാരൻ. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ കേസുള്ള ആളാണ് എന്നുള്ളത് കാണാം. വിൻസെന്റ് എന്ന് പറയുന്ന വേറെ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്, ഇതുപോലെ തന്നെ സ്ത്രീകളോട് തെറ്റായി പെരുമാറി കേസ് കൊടുത്ത് ജയിലിൽ കിടന്ന ആളാണ് എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് കാണാൻ കഴിയും. എന്നാൽ അതിനോടൊന്നും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ഇത്? ആ കേസിനോടൊപ്പം താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ഇത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലീസിൽ കംപ്ലൈന്റ് ഇല്ലായിരുന്നിട്ടും പരാതിക്കാരികൾ നേരിട്ട് വരാനിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പൊ കാണുന്ന പരിമിതമായിട്ടുള്ള നടപടിയെങ്കിലും എടുക്കാൻ നിർബന്ധിതമായത് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. അങ്ങനെ ഇടവരുത്തുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ തന്നെ ഉയർന്നു കൊണ്ടുവരുന്നതുകൊണ്ടാണ്. എന്തായിരുന്നു സംഭവം? ഒരു റിനി ഇവിടെ വെളിപ്പെടുത്തിയതിനു ശേഷം പിന്നീട് വന്ന വെളിപ്പെടുത്തലുകൾ എന്തായാലും റിനി പറഞ്ഞതിനേക്കാൾ എത്ര ഭീകരമായിരുന്നു കാര്യങ്ങൾ എന്നല്ലേ പിന്നീട് ഓരോ ദിവസവും തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന കാര്യം. അതിനകത്ത് പ്രണയം നടിച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആ കുട്ടിയുടെ വയറ്റിൽ ഗർഭമുണ്ടായപ്പോൾ അതിനെ അലസിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ആ കുഞ്ഞിനെ കൊല്ലാൻ അല്ലേ ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് ചാറ്റുകളിലൂടെയും ഇതിലൂടെയും. അതിൽ വളരെ എക്സ്പേർട്ടായ ആളുകളെ പോലെ, ഡോക്ടർമാരെ പോലെ അതിനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നിർബന്ധിക്കും. അപ്പൊ ആ പെൺകുട്ടിയുടെ മറുപടി കേട്ടു. ആ പെൺകുട്ടിയുടെ തിരിച്ചുള്ള മറുപടി, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം, നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാകില്ല. ആ കുട്ടി തിരിച്ചു പറയുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനാരാന്ന് ചോദിച്ചാൽ അപ്പൊ ഈ കുട്ടിയോട് നിങ്ങളാണ് പറയും, അല്ലാണ്ടാരാന്ന് പറയും. പക്ഷെ നിങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാകില്ല, ഞാൻ ആ കുട്ടിയെ വളർത്തിക്കൊള്ളാം. അപ്പൊ അത് പാടില്ല, അതിനെ കൊല്ലണമെന്നാണ്. അപ്പൊ ആ കുട്ടി തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഇത്ര കൊടുത്ത സ്വാർത്ഥനായി മാറിയിരിക്കുന്നു, നിങ്ങൾ എത്ര സ്വാർത്ഥനാണ്. ഞാനും നിങ്ങളുമുള്ള പ്രണയത്തിന്റെ ഭാഗമായി എന്റെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിനെ കൊല്ലണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ശല്യമില്ലാതെ ഞാൻ ആ കുട്ടിയെ വളർത്തിക്കൊള്ളാണ്. നിങ്ങൾ ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് പറയുമ്പോ നിങ്ങൾ എത്ര സ്വാർത്ഥനാണ് മനുഷ്യ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പൊ പച്ചത്തെറിയാണ് ആ കുട്ടിയുടെ കാര്യം, പച്ചത്തെറിയാണ് പറയുന്നത്. ഞാനതാണ് പറഞ്ഞത്, സാധാരണ ഒരു മനുഷ്യനല്ല ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഈ ക്രിമിനൽ സംസ്കാരം, അതിന്റെ അടയാളമാണ് ഈ പറയുന്ന മാന്യൻ എന്നുള്ളത് കാണുന്നത്. അത് വെച്ചിട്ട് ആ കുട്ടികളുടെ സംഭാഷണത്തിന്റെ ഓരോ വാക്കും നിങ്ങൾ എടുത്തു നോക്കിക്കൂ. ഓരോ വാക്കും അവിടെ ഒരു സ്ത്രീയുടെ സ്നേഹം കാണാം, ഒരു അമ്മയുടെ കരുതൽ കാണാം, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം. ഞാൻ കടലിനും ചെലുത്താനും ഇടയിലാണല്ലോ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്ക് എത്ര വലുതാണെന്നറിയുമോ എന്നെല്ലാം ആ കുട്ടി നടത്തുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ നമുക്ക് കാണുന്നു. ആ കുട്ടിയോട് ഈ കുഞ്ഞിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റൊരു കുട്ടിയുടെ കഥ വന്നു. അന്നേരം അടുത്ത കഥ ഇതെന്താ, നിന്നെ കൊന്നു കളയണമെങ്കിൽ എനിക്ക് എത്ര മിനിറ്റ് സമയം വേണമെന്ന് നിനക്ക് അറിയാമോ? കുട്ടിയോട് ചോദിക്കുകയാണ്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെ പെരുമാറി സ്ത്രീകളോട് എന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാനുണ്ടോ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ പറയുന്ന കൊലയാളിയായി രാഷ്ട്രീയ നേതൃത്വം മാറി, മറിച്ച് അതിനപ്പുറത്തേക്ക് പോയി ഈ പരാതി പറയുന്ന പെൺകുട്ടിയോട് നിന്നെ കൊല്ലണമെങ്കിൽ
കൊന്നുകളയാൻ എനിക്ക് ഏതാനും നിമിഷങ്ങൾ മതി എന്ന് ആക്രോശിക്കുന്ന ദാർഢ്യം ഈ ചെറുപ്പക്കാരനായ കോൺഗ്രസ് നേതാവ് ഉണ്ടാക്കിയതിന്റെ പിന്നിലാരാണ്? എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല. ഞാൻ എന്ത് കമ്മാടിത്തരവും കാണിക്കും, എല്ലാവരും എന്റെ കീഴിലാണ് എന്ന ഈ ദാർഢ്യത്തിന്റെ ഉടമയാക്കി അയാളെ വളർത്തുന്നതിന് പാലും തേനും പുറത്ത് വളർത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. ആ സതീശൻ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല, ഒന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെല്ലാം ഈ പറവൂരിലെയും ഈ കേരളത്തിന്റെയും ജനതയോട് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും. ഇത്തരത്തിലുള്ള എത്ര സൈസുകളെ നിങ്ങൾ വളർത്തിയിട്ടുണ്ട് കേരളത്തിനറിയാം. നിങ്ങൾ കൊണ്ടു നടക്കുന്ന തീറ്റിപ്പോറ്റുന്ന യൂത്ത് കോൺഗ്രസും KSUവും മറ്റു പലരുമായി നിങ്ങൾ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൂടെ നേതാവാക്കി മാറ്റി നിങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ എന്തും പറയാൻ മടിയില്ലാത്തവരാക്കി മാറ്റി തീർക്കുന്ന ഈ കൂട്ടങ്ങളിൽ എത്ര ഇത്തരത്തിലുള്ള സൈസ് ഉണ്ട്, എത്ര ചില ക്രിമിനലുകളുണ്ട് എന്ന് കേരളത്തോട് തുറന്നു പറയാൻ തയ്യാറാണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ഇപ്പൊ ഇവിടെ ശൈലജാവ് പറഞ്ഞല്ലോ, ഈ പ്രശ്നം വന്നപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല, ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമായിട്ടല്ല, കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ അപമാനകരമായ സാഹചര്യത്തിന്റെ പ്രശ്നം എന്ന നിലയിലാണ് പൊതുസമൂഹം ഇതിനെ ചർച്ച ചെയ്തത്. പല വനിതാ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഈ തെറ്റിനെതിരെ വിരൽ ചൂണ്ടി. കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ളവർ അത് വിരൽ ചൂണ്ടേണ്ട സാഹചര്യം വന്നു. എന്താ കാരണം? കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ? വനിതാ സഹപ്രവർത്തകർ കോൺഗ്രസിനകത്തെ പലവർക്കും ഈ കുറ്റാനുഭവം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ, കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ, KSUവിന്റെ പെൺകുട്ടികൾ, യൂത്ത് കോൺഗ്രസിന്റെ പെൺകുട്ടികൾ, മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകൾ, ഇവർക്ക് പലർക്കും പല സമയത്തും ഈ ആളിൽ നിന്നും ഇത്തരത്തിലുള്ള പല മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതൃത്വം ആകമാനം, വനിതാ നേതൃത്വങ്ങളുടെ ആകമാനമുള്ള അറിവിലേക്ക് ഈ കാര്യങ്ങൾ എത്താൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, ഇവൻ MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുകയല്ല, രാഷ്ട്രീയത്തിലേ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഒരു വനിതാ നേതാവ് പറയണമെങ്കിൽ അവർ എത്രമാത്രം മനസ്സുകൊണ്ട് ഈ ആളെ വെറുത്തിട്ടുണ്ടാകും. അങ്ങനെ വെറുക്കാൻ ഇടവരുത്ത എത്രയോ അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ കണ്ട ഒന്നായിരിക്കില്ല ആയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക്. ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവ് അങ്ങനെ ഇയാൾ MLA സ്ഥാനമല്ല, അലങ്കരിക്കുന്ന പദങ്ങൾ മാത്രമല്ല, ഇയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറണം എന്ന് പറയാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം കൈപ്പേറിയ കുറ്റാനുഭവങ്ങൾ അവർക്കുൾപ്പെടെ നേരിട്ട് ബോധ്യമായി എന്നതിൽ നിന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ, ഇടതുപക്ഷ നേതാക്കന്മാരെ വിട്ടോളൂ, അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ചിലപ്പോ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. ആ സോഷ്യൽ മീഡിയയിലൂടെ എത്ര ക്രൂരമായിട്ടാണ് ശൈലജ ടീച്ചറിനെ ആക്രമിക്കുന്നത്, നമ്മുടെ ഓരോ നേതാക്കന്മാരെയും ആക്രമിച്ചത്, ശ്രീമതി ടീച്ചറെ ആക്രമിച്ചത് ഈ വിഷയം പറഞ്ഞപ്പോൾ ഇതിനു മുമ്പേ. അതുപോലെ നമ്മൾ മന്ത്രിമാരായ വനിതകളെ ഈ കൂട്ടം എത്രമാത്രം ക്രൂരമാണ് ആക്രമിച്ചുകൊണ്ട്. അത് അവർ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞ നേതാക്കന്മാരോട് എത്ര ക്രൂരമായ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ഈ ഡെപ്യൂട്ടി സംഘം നടത്തിയത്. അത് ലോക്കൽ പ്രൊഫൈൽ ആയിരുന്നില്ല കേട്ടോ. പ്രൊഫൈൽ വ്യക്തമാക്കിയ കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രൊഫൈലിൽ നിന്ന് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരോട്, വനിതാ നേതാക്കന്മാരോട് ഭീകരമായിട്ടുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിലേക്ക് നടത്തുന്ന കാഴ്ച മകനും. അതിന്റെ ഒരു ഉദാഹരണമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ തൃക്കാക്കര MLA ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റോ എന്തോ സംഭവം ഉണ്ടായാൽ രാത്രിയിൽ നോക്കിയാണോ നമ്മളാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവരെ ചെന്ന് കാണുകയും അവരുടെ ആരോഗ്യം തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കേരളമാണോ നമ്മുടെ കേരളം? അവരാ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ നമ്മളെല്ലാം മനുഷ്യരും അതല്ലേ? അവർ കോൺഗ്രസ്സുകാരിയാണ്, അവർക്ക് വേറെന്തെങ്കിലും അപകടം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ പോലും ഉണ്ടാവും? ഒരാളും ഉണ്ടാക്കില്ലല്ലോ. പക്ഷെ ഇവർ നടത്തിയ പ്രചരണത്തിനകത്ത് പറയാൻ നീ അന്ന് ചത്തില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ക്രൂരമാണെന്ന് നോക്കൂ. എന്താണ് ഈ രാഷ്ട്രീയ സംസ്കാരം ഇവർ ഉണ്ടാക്കുന്നത്? കേരളം എങ്ങനെയാണ്? കേരളം പ്രൗഢമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പൈതൃകം പേരുന്ന നാടല്ലേ? അത് ആധുനിക രാഷ്ട്രീയത്തിന്റെ ബോധമല്ലേ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഔന്നത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നാടല്ലേ നമ്മുടെ നാട്? ആ നാടിന്റെ മണ്ണിലാണ് കോൺഗ്രസിനകത്ത് ഇത്രമാത്രം ജീർണിച്ച രാഷ്ട്രീയം ഉണ്ടാക്കുകയും
ആ ജീർണിച്ച രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ സോഷ്യൽ മീഡിയ വഴി അവരുടെ വീടിനകത്തുള്ള സ്ത്രീകളെ പോലും ഈ രൂപത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്നത് എന്ന് കാണുന്നു. ഇതിന്റെ ഒപ്പം നിങ്ങളൊരു കാര്യം കൂടി ചേർത്ത് വെച്ചോളൂ. 9 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന MLA പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇത്തരം ക്രൂരതകൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നാളെ ഇവർ മുഖ്യമന്ത്രിയും അധികാരത്തിലേക്കും കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഈ പറവൂരിലെയും നാട്ടിലെയും ജനങ്ങൾ ചിന്തിച്ചാൽ അധികാരമില്ലാതെ, കയ്യിൽ അധികാരമില്ലാതെ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിരുന്നത് കൊണ്ടും സ്വന്തം സ്ഥാനത്തിന്റെ അഹങ്കാരം ഉപയോഗപ്പെടുത്തി ഈ മാതിരിയുള്ള നെറികളിൽ വെച്ച് ഞാൻ മടിക്കാത്തവർ നാളെ മന്ത്രിമാരായാൽ, ഭരണം പിടിക്കുന്നവരായാൽ, നമ്മുടെ നാടിനെ ഭരിക്കുന്ന ഭരണകർത്താക്കളായി മാറിയാൽ ഏത് അവസ്ഥയിലേക്കായിരിക്കും കേരളത്തിലെ സ്ത്രീകൾ ചെന്നെത്തുക, കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇവർ കൊണ്ട് ചെന്നെത്തിക്കുക, കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇവർ കൊണ്ട് ചെന്നെത്തിക്കുക എന്നുള്ളത് പ്രബുദ്ധരായ ഈ മലയാളി ചിന്തിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഈ ആത്മാഭിമാന സദസ്സിലൂടെ ഞങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കാനുള്ളൂ. ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശരിയെണ്ണം പരിഗണിക്കാതെ ഇത്ര ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനെ പല വിധത്തിലും പറഞ്ഞ് ന്യായീകരിക്കുന്ന സമീപനമാണ്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം മാറ്റി ഞങ്ങളിപ്പോ സസ്പെൻഡ് ചെയ്തിട്ടേക്കാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും തുടരാൻ നീ യോഗ്യനല്ല എന്ന് അവർ സമ്മതിച്ചില്ലേ? അതല്ലേ സംഭവിച്ചത്? അങ്ങനെ സമ്മതിച്ച ആളുകളെ സംബന്ധിച്ച് ഇവര് പറയാണ് MLA തുടർന്നോ. ഇതെന്ത് വിരോധാഭാസമാണ്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തെ തുടരാൻ നീ യോഗ്യനല്ല എന്ന് തീരുമാനിച്ചിട്ട് ആ തീരുമാനിച്ച നേതാക്കന്മാർ പറയാണ് നിന്നെ MLA തുടരാൻ. ഇത് ഇവരുടെ എല്ലാ കാലത്തെയും ഇരട്ടത്താപതയാണ്. പെരുമ്പാവൂരിലെ LDF കുന്നപ്പള്ളിയെയും ഇവർ ഇതുപോലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം അത്രയേ ഉള്ളൂ ഇപ്പൊ ഇയാൾക്കെതിരെ എടുത്ത നടപടി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ ഒരു നടപടിയും ഇവർ എടുത്തിട്ടില്ല. LDF കുന്നപ്പള്ളിയെയും ഇങ്ങനെ പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് സമാനമായ ഒരു നടപടി എടുത്തിരിക്കുന്നു ഈ മഹാകുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം കുടുംബത്തിനകത്തുള്ളവരെ പോലും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തതെന്നൊക്കെ നമ്മൾ പറയാറില്ല നാളെ പാട്ട് എന്ന് പറഞ്ഞാൽ അതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്തവനെ ന്യായീകരിച്ചുകൊണ്ട് VD സതീശനും ആളുകളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, കുറച്ച് കഴിയുമ്പോ വേറെ ജനവിഭാഗങ്ങളെല്ലാം പറഞ്ഞ് ഇതിനെ ന്യായീകരിച്ചു വരാൻ ഇവർക്കൊരു മടിയുണ്ടാകുന്നില്ല, ഓരോ മടിയും ഇവർക്കുണ്ടാകില്ല. കാരണം വ്യാജമായി നിർമ്മിച്ചാണ് ഇവർ ഈ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായത് വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം പാർട്ടിയുടെ ID കാർഡ് വ്യാജമാക്കി ആളുകളെ ഉണ്ടാക്കി കൊടുത്ത് വോട്ട് ചെയ്യിച്ചിട്ട് നേതാവാകുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് ആക്ഷേപം ഉയർന്നു വന്നില്ലേ? ആരെങ്കിലും ഒരു സമീപനം സ്വീകരിച്ചോ? കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുമല്ലോ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുമല്ലോ. ആ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൊള്ളാവുന്ന ഒരാളെ തെരഞ്ഞെടുക്കാൻ ആവശ്യമായ സമീപനം നിങ്ങൾക്ക് അന്ന് തന്നെ ഉയർന്നു വന്നല്ലോ. വ്യാജ ID കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞു. ആധാർ കാർഡ് ഒരാളുടെ പേരിൽ തന്നെ 4 ആധാർ കാർഡൊക്കെ അടിച്ചിട്ടാണ് വോട്ട് ചെയ്ത് ഈ മാന്യൻ നേതാവായി വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുന്നുണ്ട്. ഇങ്ങനെ നിരവധി വരുന്നതിന്റെ കൂട്ടത്തില് ഓരെണ്ണാണ്. അപ്പൊ ഒരു അയാളുടെ പത്തനംതിട്ടയ്ക്കടുത്തുള്ള വീടിന്റെ സമീപത്താണെന്ന് തോന്നുന്നു ഒരു ചെറിയ കട, ഒരു നാട്ടിൻ പുറത്തെ ഒരു ചെറിയ കടയിലേക്ക് ഇയാളും ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയും കൂടി കയറി ചെല്ലുകയാണ്. അപ്പൊ ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, ഈ കടയിലാണോ നിങ്ങൾ എല്ലാ കുട്ടിക്കാലത്തൊക്കെ സ്ഥിരം വരാറുള്ള കടയാണോ എന്ന് ചോദിക്കണം. അപ്പൊ ഇവർ മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്, ഞാൻ സ്ഥിരം കുട്ടിക്കാലത്ത് വരുന്നതാണ്, ഈ പൊറോട്ടയെല്ലാം ആദ്യം ഞാൻ കഴിച്ചത് ഈ കടയിൽ നിന്നാണ് എന്നെല്ലാം പറഞ്ഞ് കയറി വളരെ ആത്മബന്ധമുള്ള പോലെ ആ കടയിൽ കയറി ചെന്ന് ചേട്ടാ ഒരു ചായ എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ കുറച്ച് മാധ്യമ പ്രവർത്തകർ ആ കടയിൽ ചെന്നു. ആ കടയിലെ ചേട്ടനോട് ചോദിച്ചു, അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനത്തെ സ്വഭാവം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാമോ? ഇവിടെ സ്ഥിരം ചായ കുടിക്കാനും പൊറോട്ട തിന്നാനും വന്നയാണല്ലേ എന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറയാണ്, ഈ ചങ്ങാതി ഒരു പെൺകുട്ടിയും മീഡിയയുടെ ക്യാമറയുമെല്ലാമായി ഒരു പ്രാവശ്യം എന്റെ കടയിൽ വന്നിട്ടുണ്ടെന്നത് ശരിയാണ്, അല്ലാണ്ട് എന്റെ കടയിലേക്ക് വന്നിട്ടേയില്ല. ഇങ്ങനെയാണ് ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നത്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലെ റീൽസ് ഉണ്ടാക്കി ഓരോ അവതാരങ്ങളായി അവതരിപ്പിച്ചെടുത്ത്
പരിപൂർണമായി വ്യാജമായി ഒരാൾ ഒരു പാർട്ടിയുടെ നേതാവും MLA-യുമായി മാറിയ നേതാവിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പൊ സംഘടനകൾക്കുണ്ട് എന്നുള്ളതാണ്. അവരുടെ എല്ലാം ചക്രവർത്തിയും നേതാവിന്റെയും പേരാണ് VD സതീശൻ എന്നുള്ളതാണ് പറവൂരിനും കേരളത്തിനും അപമാനകരമായ ചിത്രം എന്നുള്ളതാണ്. ഈ അപമാനകരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയും ഈ പ്രവണതയെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒന്നാണെന്നാണ്. ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ട് പ്രശ്നം വന്നപ്പോൾ മഹിളാ അസോസിയേഷന്റെ DYFI-യുടെ ഒക്കെ നേതൃത്വത്തിൽ MLA ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തണ്ടേ? ഇതിനകത്ത് ജനങ്ങൾ പറയും നടത്തണ്ടേ, ഇത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ലേ എന്താ നടത്താത്തതെന്ന്. ഈ മാതിരിയുള്ള മെനകെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോ സ്വാഭാവികമായും പ്രതികരിക്കാനുള്ളവർ പ്രതികരിക്കും. ആ മാർച്ച് MLA ഓഫീസിന്റെ മുറ്റത്ത് കയറിയിരുന്നല്ലോ, നിങ്ങളെല്ലാം വീഡിയോയ്ക്കകത്ത് കണ്ടതല്ലേ. പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധമായി തിരിച്ചു വന്നു. എന്നാൽ ആ മാർച്ചിനെ ഇവിടെ MLA ഓഫീസ് ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായി വൈകുന്നേരം കോൺഗ്രസുകാരുടെ നേതൃത്വത്തിലേക്ക് പ്രകടനം, ഞങ്ങളുടെ കുറെ കൊടികറക്കിൽ ഇതൊക്കെയായിട്ട് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം. അന്നാണ് DCCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മാന്യൻ ഇവിടെ വന്ന് നേരെ പോലീസ് ഓഫീസറുടെ കഴുത്തെ പിടിച്ച് തള്ളിയാണ്. പുള്ളിയുടെ ഒരു ഓഫീസാണ്. ഇതിനു മുമ്പുള്ള പല കേസുകളിലും പോലീസുകാരെ വെറുതെ നോക്കി നിൽക്കുന്ന പോലീസുകാർ, നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണാം. ഇവിടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ വീഡിയോ പുറത്തുവിടും. വെറുതെ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ ഒരു വീഡിയോ കൊടുത്തിട്ട് കഴുത്തെ പിടിച്ച് തള്ളുന്ന സമീപനത്തിലേക്ക് ഉന്തി വിളിക്കാൻ. എന്താ ഉദ്ദേശം? VD സതീശന്റെ ഉപദേശം ഇവിടെ പോയി പോലീസിനെ ആക്രമിച്ചിട്ട് വേണ്ടില്ല, ഒരു ലാത്തിച്ചാർജ് നടത്തി പിറ്റേ ദിവസം ഹർത്താൽ നടത്തിയാലേ നമ്മുടെ മാങ്കൂട്ടത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂ. എന്താ കൗശലമാണ് നോക്കി. ഇവിടെ ഒരു ലാത്തിച്ചാർജ് നടത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, പിറ്റേ ദിവസം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് MLA ആക്രമിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചു എന്ന പേരിൽ കേരളമാകമാനം വലിയൊരു രൂപത്തിലേക്ക് മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് അകപ്പെട്ട പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കുടുംബമായ തന്ത്രം അവരല്ലേ ചെയ്തത്. പക്ഷെ ആ തന്ത്രം ഇവിടെ പൊളിഞ്ഞുപോയി. അവർ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല. അതുകൊണ്ട് മാത്രമല്ല പെൺകുട്ടികൾ വീണ്ടും വരിയായി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരുടെ കൈ നിൽക്കാത്ത അവസ്ഥയായി. അപ്പൊ ഇത്തരം നെറികെട്ട പരിപാടികളൊന്നും മലയാളിയെ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ VD സതീശനും നേതാക്കന്മാരും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഈ കറുത്ത ശക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള കാര്യവും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന സമീപനം എടുത്താൽ അത് വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയും, ജനങ്ങളോട് സ്ത്രീ കൂട്ടായ്മയോട് പറയും, നാട്ടിലെ സമൂഹത്തോട് പറയും, ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ കണ്ട കാഴ്ചയിൽ നിന്നും ശരിയും തെറ്റും ഏതാണ് എന്ന് നിശ്ചയിക്കാനുള്ള ആർജവം ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിനുണ്ട്. അവർ നിർവഹിക്കുമ്പോ ഒരു സംശയവും വേണ്ട. VD സതീശ, നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളൂ, നിങ്ങളുടെ കാപട്യ മുഖം ഈ നാട് തിരിച്ചറിയുകയും നിങ്ങളുടെ കാപട്യ രാഷ്ട്രീയത്തെ ചരിത്രവട്ടയിലേക്ക് വഹിക്കുകയുമാണ് ഇവിടെ ഉണ്ടാകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാനായുള്ള യോഗമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വെല്ലുവിളിക്കാനും പേടിപ്പിക്കാനും വരുന്നില്ല. നിങ്ങളുടെ സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം. ഇവിടെ വന്ന് നമ്മളെ വെല്ലുവിളിച്ച മാന്യന്മാരെ സംബന്ധിച്ച് പറയണമെങ്കിൽ എനിക്ക് വേറെ യോഗമുണ്ട്. 1 മണിക്കൂർ അയാളെ സംബന്ധിച്ച് പറയാനുണ്ട്. എവിടെയൊക്കെ കെട്ടിയിട്ടതായിരുന്നു, എന്താണ് കാര്യം എന്നതിനെ സംബന്ധിച്ച്. ഞങ്ങളെ വെല്ലുവിളിക്കാമെന്നില്ല, ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അത് പറവൂരിലെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണെന്ന് കരുതി ഞങ്ങളത് പേടിച്ചു പോകുമെന്നൊന്നും കരുതണ്ട. പറവൂര് ത്യാഗസമ്പന്നമായ പോരാട്ടത്തിന്റെ ചരിത്രമുള്ളതാണ്. ഈ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ ധീരരായ തൊഴിലാളി വർഗം വളർന്നു വന്ന മണ്ണിന്റെ പേരാണ്. ആ ചരിത്രമുള്ള മണ്ണിനകത്ത് ധീരതയോടെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പുരോഗമന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള നട്ടനുള്ള ജനതയുള്ള നാടിന്റെ പേരാണ് പറവൂർ എന്ന് കാണണം. ആ പറവൂരിനെ വെല്ലുവിളിക്കാൻ വന്നാൽ ആ വെല്ലുവിളിയുടെ മുന്നിൽ വരാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ച് ഇനി കൂടുതൽ പറയേണ്ടത് വന്നാൽ അന്നേരം പറയാൻ ബാക്കി മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് മറ്റൊരു യോഗം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിശ്വാസികളിലേക്ക് പോകാതെ ഈ അപകടകരമായ പ്രവണതയ്ക്ക് കേരളത്തിൽ ശക്തി പകരുന്ന, ഊർജം പകരുന്ന, പിതൃതുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വാക്കിന് പോലും കൊണ്ടുകൂടാ
പുല്ലുവില കൽപ്പിക്കാത്ത സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം അറിയാവുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞ വാക്കിന് പോലും പുല്ലുവില കൽപ്പിക്കാത്ത വി.ഡി. സതീശന്റെ കപടമുഖത്തെ തിരിച്ചറിയാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തന്നെ ഞാൻ ഇവിടെ ആത്മാഭിമാന സദസ്സ് തുടങ്ങുന്നു. ഈ പറവൂർ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും എല്ലാ വീട്ടമ്മമാരോടും ഞങ്ങൾ ഈ കാര്യം സംസാരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ തുടക്കമാണ് ഇവിടെ ഒത്തുചേർന്ന ഈ മഹിളാ സദസ്സിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും നിർവഹണത്തോടെ നിർവഹിച്ചതായി അറിയില്ലെങ്കിൽ എന്റെ കാര്യം അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാവ് സേതു പാർവതിയെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സഖാക്കളെ, കോൺഗ്രസിനകത്തുള്ള ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരം പുറത്തു വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എനിക്ക് മുന്നേ സംസാരിച്ച സഖാക്കൾ ഈ പ്രതിഷേധ യോഗത്തിന്റെ ഈ ആത്മാഭിമാന സദസ്സിന്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു വെക്കുകയുണ്ടായി. ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ സമുന്നതനായിട്ടുള്ള രാഹുൽ മാധവനെ കുറിച്ചുള്ള കുറച്ച് ജീർണിപ്പിച്ച വാർത്തകൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ അയാളുടെ ആർക്കും തിരിച്ചറിയാനാവാത്ത പൊള്ളയായിട്ടുള്ള വ്യാജമുഖം തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വരികയാണ്. രാഹുൽ മാങ്കൂടൻ എന്ന യുവ നേതാവ് ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലെ മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്, സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നമ്മൾ ആ സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത, വായിക്കുമ്പോൾ തെളിയിലിഞ്ഞു പോകുന്ന തരത്തിലുള്ള മെസ്സേജിന് മറുപടി അയക്കാതെ വരുമ്പോൾ സുന്ദരികൾക്കെല്ലാം ജാടയാവാമോ, ജാടയാണോ മോസേ എന്നല്ല പെൺകുട്ടികളുടെ ഇൻബോക്സിൽ വന്ന് രാത്രി കരയുന്ന ഒരു വൃത്തികേട്ട മുഖമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ മനുഷ്യ മനസാക്ഷിക്ക് മുമ്പ് തുറന്നു കേൾക്കപ്പെടുകയാണ്. ആ പെൺകുട്ടി ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം നമ്മളുടെ കേരള സമൂഹം സാക്ഷി വഹിച്ചത് മാലഘടകങ്ങൾ പോലെ അതിന് പിന്നാലെയായിട്ട് ഓരോരോ സ്ത്രീകൾ മുന്നോട്ട് വരികയാണ്. ഇയാൾ ഇത്തരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇയാൾ ഇത്തരത്തിൽ എന്നെ സമീപിച്ചിട്ടുണ്ട്, ഒരു ഹോട്ടൽ മുറിയെടുത്ത് വരുമോ എന്ന് ചോദിച്ച് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എന്റെ വയറ്റിലെ കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിയെ കൊന്നുകളയുന്നതിന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ ഇല്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നശിപ്പിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി ഞാൻ മടിക്കില്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ആരോപണങ്ങൾ ആ യുവ നേതാവിനെതിരെ വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. താഴ്വാസ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഒരു സമൂഹത്തിന്റെ പുരോഗതി, ഒരു സമൂഹത്തിന് ഉന്നമനം അറിയണമെങ്കിൽ ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ പുരോഗതി അളന്നാൽ മതി എന്നുള്ളത്, അല്ലെങ്കിൽ ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ അവസ്ഥ വിശകലനം ചെയ്താൽ ആ സമൂഹത്തിന്റെ വികസനം നമുക്ക് മനസ്സിലാവുമെന്നുള്ളത്. ഈ ഘട്ടത്തിനകത്ത് ഈ കോട്ട് ഞാൻ ഈ വാചകം ഈ കോൺഗ്രസുമായി ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ വികാസവും പുരോഗതിയും അറിയണമെങ്കിൽ ആ കോൺഗ്രസിനകത്തെ സ്ത്രീകളെ, നമ്മളെ പോലുള്ള ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുള്ള സ്ത്രീകളെ എപ്പോഴൊക്കെയാണ് മുതിർന്ന നേതാക്കളടക്കം ആ കോൺഗ്രസിനകത്ത് പരിഗണിച്ചു പോകുന്നത് എന്നുള്ളതൊന്ന് പരിശോധിച്ചു പോയാൽ മതി. ഇപ്പൊ ഈ പെൺകുട്ടി പരാതിയുമായി പറഞ്ഞ ശേഷം അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീ മുന്നോട്ട് വരികയുണ്ടായി. ആ ട്രാൻസ്ജെൻഡർ മനുഷ്യൻ മുന്നോട്ട് വന്നതിന് ശേഷം നമുക്കറിയാം അതിദാരുണമായിട്ടുള്ള സൈബർ അറ്റാക്കിനാണ് ഈ പറഞ്ഞ പെൺകുട്ടികളെല്ലാം തന്നെ ഈ ആരോപണം ഉന്നയിച്ച മുഴുവൻ മനുഷ്യരും വിധേയപ്പെട്ടിട്ടുള്ളത്. ഈ ആരോപണങ്ങൾക്കെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ മുന്നോട്ട് വന്ന സ്ത്രീകളെ നമ്മൾ കാണുകയുണ്ടായി. തന്റെ മുതിർന്ന നേതാക്കള് ഈ ആരോപണ വിധേയനായിട്ടുള്ളവരെ സംരക്ഷിക്കുകയാണ്. ഇതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുന്നതിന് വേണ്ടി താങ്കൾ ആരാധിച്ചു പോരുന്ന മുതിർന്ന നേതാക്കൾ തയ്യാറാവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കൾ തങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഉമാ തോമസ്, കേരളത്തിനകത്തെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു MLA ആയിട്ടുള്ള ഉമാ തോമസ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: എന്റെ മകന് 2 കുട്ടികളാണുള്ളത്, ട്വിൻസ് ആണുള്ളത്. ആ കുട്ടികള് KSUവിലൂടെ പഠിച്ചു വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആശിക്കുന്നത്. പക്ഷെ ഈ ഒരു നിലയിലോട്ട് ഇവിടുത്തെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ ഒരിക്കലും KSUവിലൂടെ വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുട്ടികളെ ആ
പാതയിലോട്ട് വിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉറപ്പായിട്ടും രാഹുൽ മാങ്കുടം എന്ന യുവ നേതാവ് തന്റെ പദവിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞു ഉമാകുന്നതിനെതിരെ അതിന്റെ അടുത്ത നിമിഷങ്ങൾ മുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്കുകൾ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും അതിനുള്ളിൽ നടക്കുന്ന കുരുത്തുകളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ആ സ്ത്രീകൾ കാണിക്കുകയാണെങ്കിൽ നീ ഒന്നും ഇവിടെ തുടരേണ്ടതായിട്ടില്ല. നിന്റെ അമ്മയെയും അച്ഛനെയും ഭർത്താവിനെയും എല്ലാം ഞാൻ വിളിക്കും. നീ ഒന്നും ഈ സമൂഹത്തിൽ തുടരേണ്ടതായിട്ടില്ല. നീ ഒന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവേണ്ടതായിട്ടില്ല. നീ എല്ലാം കുടുംബത്തിലേക്ക് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലോട്ടുള്ള അതീവ ഗൗരവകരമായിട്ട് പരിശോധിച്ചു പോകേണ്ടതായിട്ടുള്ള സൈബർ അറ്റാക്കുകളാണ് ഈ പെൺകുട്ടികൾക്കെതിരെയും അതിനുശേഷം ഈ പെൺകുട്ടികളുടെ ദുരാനുഭവങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള കോൺഗ്രസിനകത്തെ വനിതകൾക്കും നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ആത്മാഭിമാന സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് പോലും തിരിച്ചറിയപ്പെടാത്ത, കോൺഗ്രസ് പോലും അതീവ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന അവരുടെ രാഷ്ട്രീയ സംസ്കാര ഭിന്നതയെ ഈ കേരള സമൂഹത്തിൽ മുന്നിൽ തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട്, തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ പരാതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഈ സദസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കഴിഞ്ഞ കാലയളവിൽ SFI ആയിട്ട് നിൽക്കുന്ന ഘട്ടത്തിനകത്ത് സഖാവ് ധീരജ് രാജേന്ദ്രനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി. 21 വയസ്സുള്ള വിദ്യാർത്ഥിയുടെ നെഞ്ചിലോട്ട് ഇടനെഞ്ചിലോട്ട് തപ്പിമുട്ടി ആ 21 വയസ്സുകാരനെ കൊന്നതിന് ശേഷം ഈ പറയുന്ന രാഹുൽ മാങ്കുടം പറഞ്ഞത് ഇങ്ങനെയാണ്: സഖാവ് ധീരജ് അതിനാൽ ഇളന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ കാണുകയുണ്ടായി ശൈലജ ടീച്ചർക്കെതിരെ നടന്നിട്ടുള്ള അതീവ ഗൗരവമായിട്ടുള്ള സൈബർ പ്രസ്താവനകൾ നമ്മൾ കാണുകയുണ്ടായി. ഡിവൈഎഫ്ഐ ഏറ്റവും അഭിമാനത്തോട് കൂടിയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളും എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും, ആഴ്ചയിലും മാസങ്ങളിലുമല്ല നാം ഇതുവരെയും കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത മനുഷ്യർക്ക് വേണ്ടി പൊതുച്ചോറുകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. ആ പൊതുച്ചോറിന്റെ അഭാഗമായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. ആ പൊതുച്ചോറിനെ അടക്കം നിഷേധിക്കുന്ന രീതിയിലോട്ട് നിരവധി അനവധിയായിട്ടുള്ള മനുഷ്യർ ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റുവാങ്ങുന്ന പൊതുച്ചോറിനെ അടക്കം അവഗണിക്കുന്ന രീതിയിലോട്ട്, ഈ പൊതുച്ചോറിന്റെ പ്രവർത്തനത്തിന് മുന്നിൽ നടക്കുന്നത് അനാശാസ്യമാണെന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലോട്ട് ഇത്തരത്തിലെ കീടം നിറഞ്ഞ വാക്കുകൾ, ഇത്തരത്തിൽ കീടം നിറഞ്ഞ വാർത്തകൾ രാഹുൽ മാങ്കുടത്തിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് വായുന്നത് വരുന്നത് ആദ്യമായിട്ടല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ജീവനതയുടെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ട നമ്മുടെ മനസ്സാക്ഷിയിൽ എത്തിച്ചിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തെളിഞ്ഞ ശുദ്ധജലം പോലെ തെളിവുള്ളവനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും ഇടകലർന്നതാണ്. ഇത് രണ്ടും തെളിവുള്ളതായി മാറിയാൽ മാത്രമേ ഈ സമൂഹത്തിൽ ഒരു മാതൃകയാവുന്ന രീതിയിലോട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഭരണഘടന ഉറപ്പു നൽകിക്കൊണ്ട് സ്ഥാനത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇത്തരത്തില് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് യുവാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു യോഗ്യതയോ ഈ പറയുന്ന രാഹുൽ മാങ്കുടത്തിന് ഇല്ല എന്ന് പറയുന്ന ആർത്തവം കാണിക്കുന്ന രീതിയിലോട്ട് ഇനിയും നമ്മുടെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ കുരുക്കുത്തുകളെ അവരുടെ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കുടം പറഞ്ഞു വെക്കാറുണ്ടല്ലോ, ആരാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടെ ആർക്കാണ് ഇതിനെല്ലാം പ്രശ്നമെന്നുള്ളത്. നമുക്ക് പറയാനുള്ളത് വി ഡു കെയർ എന്നാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഈ സമൂഹത്തിനകത്തെ, ഈ സംസ്ഥാനത്തിനകത്തെ, നമ്മുടെ പ്രദേശത്തിനകത്തെ നമ്മുടെ ബന്ധമുള്ള മനുഷ്യ സ്ത്രീകളെ ഇത്തരത്തിൽ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കുടമേ ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്, നിങ്ങൾ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജവം, ആ ആർജവം ഏറ്റെടുത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി തന്നെ നമ്മൾ ഏറ്റെടുത്തു പോകേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ കവറിലാക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഏർപ്പാട്, വലിയ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആ പ്രതിഷേധ പരിപാടികൾ കണ്ണിലെത്താൻ ഏറ്റെടുത്തു പോകുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഖാക്കളും ശ്രമിച്ചുകൊണ്ട് SFIക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ഈ ജനങ്ങളെയും ഇത്രയും സ്നേഹത്തോടു കൂടി അഭിവാദം ചെയ്തുകൊണ്ട് അഭിവാദങ്ങൾ. യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ശ്രേഷ്ഠയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ ആത്മാഭിമാന സദസ്സ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ച് മുന്നോട്ട് വന്നതിന്റെ ആവശ്യകതയെ പറ്റി വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ
സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീകൾ അല്ല രാജ്യത്തെയും ലോകത്തെല്ലാമുള്ള സ്ത്രീകളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കേരളത്തെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇത്രയധികം ദീർഘിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് തലത്തിലുള്ള ഇത്രയധികം മോശപ്പെട്ട ഒരു രാഷ്ട്രീയ മാലിന്യമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണ് കേരളത്തിലെയും ലോകത്തിലെയും ജനങ്ങൾക്ക് മുന്നാകെ അവരുടെ രാഷ്ട്രീയത്തിലൂടെ അവതരിപ്പിച്ച് മുന്നോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായത്. അതിന് ഒരു ചോദ്യമാണ് ജില്ലാധിപതി ചോദിക്കുന്നതാണ് വേണ്ടത്. ഇവരുടെ പ്രതിപക്ഷത്തിലിരിക്കുന്ന സമയത്ത് ഒരധികാരവും ഇല്ലാതെ തങ്ങളുടെ ഇപ്പോഴത്തെ ആളുകളെല്ലാം പീഡിപ്പിക്കാനും അവർക്കെല്ലാം തന്നെ മോശപ്പെട്ട മെസ്സേജുകളായിരുന്നു ജില്ലകൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ അധികാരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ നാട് നിലനിൽക്കാൻ സംഭവിക്കുകയാണ്. ജില്ലാധിപതി സൂചിപ്പിച്ചത് 9 വർഷക്കാലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു. അതിന് തുടർച്ചയാണ് സൂചിപ്പിച്ച വീരന്റെ കൊലപാതകം മാത്രമല്ല അസനത്തിന്റെ മുന്നോട്ട് വന്ന അവരെ ഈ നാട്ടിലെ പ്രശ്നമില്ലാത്ത രീതികളൊക്കെ അതിനെല്ലാം വളരെ അഭിമാനത്തോടെ കൂടി വന്ന് ചാനൽ ഇരുന്ന് കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിച്ചു പോയപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കിടന്ന മുഖ്യ അജ്ഞാനം അവിടെ നിന്ന് വെല്ലുവിളിയാണ്. അവിടെ പോയി കുറെ നേതാക്കളുണ്ടായിപ്പോയുണ്ട്, അതിനകത്ത് സാക്ഷിയുണ്ട്, കുടുംബപ്പള്ളിയുണ്ട്, പണ്ട് നേതാക്കളൊക്കെ വന്നിരുന്നു. കുറെ കാര്യം പറയാമല്ലോ. ജ്യോതികുമാർ ചാമക്കാലവരെ മാധ്യമങ്ങളിൽ കഴിവ് ഇറങ്ങിക്കൊണ്ട് മറ്റു ആളുകളെ ആക്രമിച്ച് കടന്നു പോയിട്ടാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ പുരുഷന്മാരായ നേതാക്കളെ ആക്രമിക്കുന്നുണ്ടെന്നും ഇവരൊരു പ്രവർത്തനത്തിൽ കാണപ്പെട്ട ആളുകളില്ല. പക്ഷെ നമ്മൾ ഈ നാടിനകത്തുള്ള സ്ത്രീകൾ മറന്നു പോകാൻ വേണ്ടി പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ എന്താണ് ചേർക്കപ്പെടുന്നത്? ഒരു മനുഷ്യന്റെയും നടത്തിയാതെ നമ്മളെല്ലാം ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ ശൈലജയെ പറ്റി ചിന്തയിരിക്കുന്ന ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ആളുകൾക്ക് പോലും മറ്റൊരു വ്യത്യാസമില്ലാതെ ഒറ്റ തലത്തിൽ ടീച്ചർമാരെന്ന് പറയുന്നത് മറുപടിയാണ് മക്കളാണ്. ആ ടീച്ചറെ വളരെ മത്സരിക്കാൻ പാടുന്ന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതോടെയൊക്കെ മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റമണിയുന്ന ഷാഫിയെ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അവര് ഷാഫിയെ നല്ലതാക്കി ചെയ്തു. അവിടെ ചെയ്ത് ശൈലിയുടെ ടീച്ചറുടെ മോക്ഷം നടത്തിയിരുന്ന ഫോട്ടോയും വീഡിയോസും ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ യാജമാനങ്ങൾ ഇങ്ങനെയാണ് കാണുന്നതെന്ന് ഇവർ കാലഘട്ടങ്ങൾക്ക് മുന്നേ ഈ നാടിന്റെ പോലീസ് അധികാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലേ ചാനലിലെ ചർച്ച എങ്ങനെയാണ് നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ ജില്ലയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഓരോ റിപ്പോർട്ടുമായി കാണുന്നത് 14 പേരെങ്കിലും നിരത്തി കാണിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ടുകൾ. പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരു രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഈ കോൺഗ്രസിന്റെ പാലക്കാട് എംഎൽഎ ആയിരിക്കുന്ന ആ മനുഷ്യന്റെ പീഡന പരമ്പരകളുടെ ദൃശ്യം അതിന്റെ ഏറ്റവും മോശമായിട്ട് കർമ്മത്തിലുള്ള കാര്യങ്ങളുമെല്ലാം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയയിൽ ഓരോ ജില്ലയിൽ നിന്ന് ഓരോ റിപ്പോർട്ടുമായി ഇവരെന്താണ് കോൺഗ്രസ് എന്താണ് ഈ നാടിന് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രത്യേക കാണിക്കുകയല്ല. ഈ നാട്ടിലെ സ്ത്രീകളുടെ ഏറ്റവും ഉയർച്ചയെ പറ്റി പുരോഗതിയെ പറ്റിയിട്ട് ലോകത്തിന്റെ മുന്നിൽ ഞാനും നിങ്ങളുമെല്ലാം ഏറ്റവും ബഹുമാനത്തോടു കൂടി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെയും പോരാട്ടത്തിന്റെ നമ്മൾ കടന്നു വന്നിട്ടുള്ള ഓരോ സമരങ്ങളെയും ഏറ്റെടുക്കുമ്പോൾ അത് മേൽമുൾപ്പെടെ മുതൽ അല്ലേ ഒരു ബ്ലഡ് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ സമരം മുതൽ ഒരു മാല തെളിയിക്കാനും മുക്കുട്ടി സമരം എല്ലാവർക്കുള്ള ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം
മന്ത്രിയെ പറയുമ്പോ ഒരത്തരം പോലും ഈ നാട്ടിൽ വേണ്ടി ജന്മികളെയും ഭക്രാക്കന്മാരെയും അടിച്ചൊഴിച്ച് നടത്തി വെച്ചിട്ടുള്ള ചരിത്രമുള്ള കേരളത്തിലെ സ്ത്രീകളിലേക്ക് കടന്നു വന്നുകൊണ്ട് വ്യക്തിഗത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരിക്കലും നമുക്ക് പറയാൻ പോലും വരത്തില്ല. അദ്ദേഹത്തിന്റെ പ്രായത്തില് നിങ്ങൾ നോക്കണം, ഈ നാട്ടിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവരെല്ലാം തന്നെ മാറ്റി നിങ്ങൾ നോക്കുന്നത് ഇയാൾക്ക് ഒരു തരത്തിലും രാഷ്ട്രീയത്തെ തുടരാൻ വേണ്ടി പദ്ധതിയില്ലാവതാണ്. നമ്മളെ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുമ്പോ വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഇതൊക്കെ ഈ സംവിധാനത്തിന്റെ മെസ്സേജ് ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം തന്നെ ഇയാൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തപ്പോഴാണ് ഇതേപോലെ പുതിയ സംവിധാനങ്ങളിലെ മുൻപിലത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ പണം കൈമാറുന്നതിന് വേണ്ടിയില്ല. എന്നാൽ ആ മുൻപിലത്തെ പോലെ ഇദ്ദേഹത്തിന്റെ ഈ നാടിന്റെ മുന്നിലേക്ക് തീർക്കാറുള്ള ഒരു മാറ്റമായിട്ട് മുന്നോട്ടേക്ക് കടന്ന കോൺഗ്രസിന്റെ നേതാവായി ഇപ്പോഴും തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് മറ്റു കഴിഞ്ഞു അത് പൂർണ്ണമായി ഒഴിവാക്കിയതെന്ന് പറയുന്നില്ല. പറയുന്നു ഇങ്ങനെയുള്ള നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിന്റെ മുന്നേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ അണിയിച്ചൊലിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് ഈ നാടിന്റെ എംഎൽഎ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ കേരളത്തിൽ അപരാധ്യമാനമുള്ള എല്ലാ മന്ത്രിമാരെയും ഓടി നടത്തുന്നുണ്ട്. നിങ്ങളാണോ എംഎൽഎമാരായ അത് ചെയ്യണമെന്ന് പറഞ്ഞ ഈ നാട്ടിലൊക്കെ അയാളെ മുന്നോട്ടേക്ക് കൊണ്ടുവച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കളിക്കുന്ന എന്ത് പ്രവൃത്തിയാണ് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ നിങ്ങളും ഇതേ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുകയും നിങ്ങളും ഇതേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ ചോദ്യം നേരിടാൻ വേണ്ടി പോകുന്ന ആളുമായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താൻ ഭയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന ആളുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുന്നത്, അയാളെ സംരക്ഷിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് നേരത്തെ ഏറ്റവും വ്യക്തിഗത പ്രായത്തിലുള്ള ഭീകരങ്ങളും കാര്യങ്ങളും എന്ന് അയാൾ പുറത്തുവിട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ പുള്ളി തലയിലൂടെയിട്ട് ഈ കേരളത്തിന്റെ ഇടയിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥ അത് വിദൂരമല്ല. അതിന് ഏറ്റവും ശക്തമായിട്ട് നമ്മളിതാ ഈ നാടിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സമരങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ അവസാനിപ്പിക്കാനല്ല. നിങ്ങൾക്കിടയിലുള്ള ഓരോ കുടുംബത്തിലെയും ഈ കേരളത്തിന്റെ മുൻപാകെ കൊണ്ടുവന്ന് അവരെ അവസാനിപ്പിച്ച് എന്താണ് രാഷ്ട്രീയത്തെ മോചിപ്പിച്ചു പോകാവുന്ന തുടക്കമാർഗമാണ് എന്നതാണ് സൂചിപ്പിക്കാറ്. എന്റെ കർത്തവ്യങ്ങളെ മനസ്സിലാക്കപ്പെടുകയാണ്. ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായിരിക്കുന്ന മഹിളാസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി മഹിളാസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവുമായുള്ള ഞങ്ങളുടെ കൊടുക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഓരോരുത്തരുടെയും പേര് ഈ നാടിന്റെ പേര് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വേദിയിലിരിക്കുന്ന പാർട്ടി വൈദ്യുതി അദ്ദേഹത്തെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വഴി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. വേദിയിലിരിക്കുന്ന മഹിളാസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റ് ശ്രീ, അതുപോലെ എത്രപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരതി, വേദിയിലിരിക്കുന്ന സഖാവ് പി ആർ ബോസ്, വിദ്യാലയത്തെ അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്ക് മറ്റു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാളികളായിട്ട് ഈ കണ്ണൂർ നടത്തുന്ന കോൺഗ്രസിന് കൊടുത്തു നീക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കാനില്ല മുഴുവൻ ആളുകൾക്കും ഒറ്റമാറ്റി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗ